പ്രിയേ, ദോശ മുഴുവൻ ചുട്ടുകഴിഞ്ഞു. നേരം വെളുത്തു വന്നതും മുടി വാരിച്ചിട്ട് എഴുന്നേറ്റ് വന്ന ഗോമതിയമ്മ ദോശമാവിൻ്റെ ചട്ടി പൊക്കി നോക്കി. അതിൽ ബാക്കി വന്ന മാവ് കണ്ടതും അവർ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. ഈ മാവ് എന്തിനാ ബാക്കി വെച്ചിരിക്കുന്നത്? അതും കൂടി എടുത്ത് ദോശ ചുട്ടുകൂടായിരുന്നു? അവരിൽ നിന്നും ചോദ്യം വന്നതും സാമ്പാർ ഇളക്കിക്കൊണ്ട് അവരെ നോക്കി. അതമ്മേ, സാധാരണ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നാളത്തേക്ക് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്? നാളെ നമുക്ക് ഇഡലി വയ്ക്കാം, സാമ്പാറും ബാക്കി കാണും. ഒഴുക്കൻ മട്ടിൽ അവൾ പറഞ്ഞതും ഗോമതിയമ്മ ജനൽ വഴി പുറത്തേക്ക് നോക്കി. അത്യാവശ്യം വലിയൊരു പുതിയ വീട് ജനലോരം ചേർന്ന് കാണാം. പാല് കാച്ച് ഇന്നലെ കഴിഞ്ഞതുപോലെ അലങ്കാരങ്ങളൊന്നും എടുത്തു മാറ്റിയിട്ടില്ലാത്ത വീട്. നീ ബാക്കി മാവ് കൂടി എടുത്ത് ദോശ ചുട്. കൊച്ച് എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു, ഉറങ്ങിക്കോട്ടെ. ക്ഷീണം കാണും ഇന്നലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞതിൻ്റെ. ഇനിയിപ്പോൾ അവൾ എപ്പോൾ എഴുന്നേറ്റ് വന്ന് പ്രാതലുണ്ടാക്കാനാ? ഗോമതിയമ്മ ഒരു ഗ്ലാസ് കട്ടനെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രിയയ്ക്ക് ചിരി വന്നു. ഭർത്താവിൻ്റെ ചേച്ചിയുടെ കാര്യമാണ്. അപ്പുറത്ത് തറവാട്ട് വക സ്ഥലത്ത് വീട് വെച്ച് ഇന്നലെയാണ് കയറി താമസിച്ചത്. അമ്മ പറഞ്ഞതുപോലെ ചേച്ചിക്ക് മാത്രം അല്ല ക്ഷീണം. വീട് പണി തുടങ്ങിയത് മുതൽ ഉണ്ണാതെ ഉറങ്ങാതെ അതിന് കാവലിരുന്നത് താനാണ്. പണിക്കാർ വരുന്നത് മുതൽ തുടങ്ങും തൻ്റെ ജോലി. അവർക്ക് ചായ കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഓരോ സമയം ഓടുമ്പോഴും വീട്ടിലെ കാര്യവും അതോടൊപ്പം കൃത്യമായി കൊണ്ടുപോയി. ഓരോ വാർപ്പ് കഴിയുമ്പോൾ താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും വെള്ളം ഒഴിക്കാനും എല്ലാം താൻ തന്നെയായിരുന്നു. അല്ലെങ്കിൽ തന്നിൽ മാത്രം നിക്ഷിപ്തമായ ജോലി പോലെ അതിനെ കണ്ടു എല്ലാവരും. എല്ലാ മാസവും ദുബായിൽ നിന്നും അളിയനയക്കുന്ന കാശുമായി വരുന്ന ചേച്ചിയാണെങ്കിൽ എനിക്കുള്ള നിർദ്ദേശങ്ങളും തന്ന് കാശ് കോൺട്രാക്ടറെ ഏൽപ്പിച്ചു പോകുമ്പോൾ ഒരു കവർ പാല് പോലും വാങ്ങി തന്നിട്ടില്ല. പണിക്കാർക്ക് ചായ ഇട്ട് കൊടുക്ക് പ്രിയേ എന്ന് പറഞ്ഞ് ഗതികേട് കൊണ്ട് അരത്തി പിടിച്ച് പാലിൽ വെള്ളം കൂട്ടി ചായ കൊടുത്തപ്പോൾ അമ്മയുടെ വക ശകാര വർഷം. പോരാത്തതിന് ചേച്ചിയുടെ വക ഫോൺ കോളും. ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ. എന്നാൽ ഞങ്ങളുടെ ഇല്ലായ്മ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ വക പുച്ഛം നിറഞ്ഞ മറുപടിയായിരുന്നു അതിലും കേമം. സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു കൂട് പാല് കൂടുതൽ മേടിക്കാൻ പറ്റാത്തത്രയും ദാരിദ്ര്യമോ? ചുമ്മാതെയല്ലോ, അവൻ്റെ അച്ഛൻ ചത്ത ജോലിയല്ലേ അവന് കിട്ടിയത്. അതിൽ കുറച്ച് പങ്ക് എൻ്റെ പെൺമക്കൾക്കും പറ്റാം. അല്ല പിന്നെ, എൻ്റെ വായ മൂടിക്കെട്ടാൻ അത് തന്നെ ധാരാളമായിരുന്നു. പിന്നീട് പല ദിവസങ്ങളിൽ വൈകുന്നേരം ചായക്കൊപ്പം അവർക്ക് പലഹാരം കൂടി അമ്മ വക പ്രത്യേകമായി കൊടുത്തു തുടങ്ങിയപ്പോൾ മാസച്ചെലവ് പതിവിലും അധികമായി വന്നു തുടങ്ങി. അതോടെ രാജീവേട്ടൻ്റെ വക ശകാര വർഷവും അധികമായി തുടങ്ങിയപ്പോൾ അമ്മ മൗനം പാലിച്ചു. അന്ന് സഹികേട്ട് വിളിച്ചു പറയുമ്പോൾ രാജീവേട്ടനും അമ്മയുടെ മുൻപിൽ നിസ്സഹായനായി മാറി. കാരണം അച്ഛൻ്റെ ജോലി തന്നെയായിരുന്നു. സർവീസിലിരുന്ന് അച്ഛൻ മരിക്കുമ്പോൾ മൂത്ത പെൺമക്കളായ രാധിക ചേച്ചിക്കോ രേവതി ചേച്ചിക്കോ കൊടുക്കാതെ രാജീവേട്ടന് ജോലി കൊടുക്കണമെന്ന് വാദിച്ചത് അമ്മയാണ്. അവനൊരു ആൺകുട്ടിയല്ലേ, വിവാഹം കഴിയാത്ത ഞങ്ങൾക്കാർക്കെങ്കിലും അല്ലേ ഒരു ജോലി വേണ്ടത്, സ്വന്തം കാലിൽ നിൽക്കേണ്ടത് എന്ന് രാധിക ചേച്ചി ചോദിക്കുമ്പോൾ എത്ര കൊല്ലമായാലും നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും അവൻ മുട്ടുവരുത്തിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞത് അമ്മയാണ്. ഇന്നും ആ വാക്ക് അമ്മ പാലിക്കുമ്പോൾ മുതലെടുക്കുന്ന പെൺമക്കളെ അമ്മ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ അറിയില്ല. ആയിരിക്കും. അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ പറഞ്ഞത് തന്നെ മനസാക്ഷിക്ക് നിരക്കുന്നതല്ലോ. പാല് കാച്ചിന് 2 ദിവസം മുൻപ് തുടങ്ങിയ ഉറക്കളപ്പാണ് ഞാനും രാജീവേട്ടനും. അളിയൻ വരാത്തത് കൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം തലയിൽ ഏറ്റെടുക്കുമ്പോൾ കൂടെ തന്നെ നിന്നു ഞാനും. അവസാനം മിനുക്കുപണി പൂർത്തിയാക്കി വേണം കയറി താമസിക്കാൻ എന്നുള്ള അളിയൻ്റെ വാശിയിൽ 2 ദിവസം രാവേത് പകലേതെന്നറിയാത്ത നെട്ടോട്ടമായിരുന്നു. അപ്പോഴേക്കും ചേച്ചിമാരെയോ അമ്മയോ ആ വഴിക്ക് കണ്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചിയോടും അളിയനോടുമുള്ള രാജീവേട്ടൻ്റെ സ്നേഹം നിറപൊന്തും. അവിടെയും ഞാൻ വാ മൂടിക്കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. രാധിക ചേച്ചിയും രേവതി ചേച്ചിയും ബ്യൂട്ടി പാർലറിൽ പോയി ദേഹം ഇരിക്കുമ്പോൾ പാല് കാച്ചിലുള്ള കാര്യങ്ങൾ വട്ടം കൂട്ടുന്ന തിരക്കിലായിരുന്നു ഞാൻ. അവസാനം കയ്യിൽ കെട്ടിയ നേരിയതെടുത്ത് ചുറ്റി ആളുകൾക്കിടയിൽ ഓടിക്കയറുമ്പോൾ രേവതി ചേച്ചി വളരെ ഭംഗിയായി തന്നെ എന്നെ ഒഴിവാക്കിയിരുന്നു. എന്താ പ്രിയ ഇത്? നല്ലൊരു ദിവസമായിട്ട് നിനക്ക് ഇച്ചിരി വൃത്തിയുള്ള വേഷം ധരിച്ചുകൂടായിരുന്നോ? അതിനു മാത്രം സമയമില്ലാതെ കിടക്കുവാണോ നീ ഇവിടെ? രഘുചേട്ടനും ഗോപേട്ടനും ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടതാ. അവരൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? ആ വാക്കുകൾ കേട്ടതും മനഃപൂർവ്വം തന്നെ ഒഴിഞ്ഞു കൊടുത്തു. ഇത്രയും നാൾ പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ തൊടിയിൽ നിന്ന് കോരിയാണെങ്കിലും നനച്ചെടുത്ത വീട് പുറമോടി ഭംഗിയില്ലാതെ ഇരുന്നപ്പോൾ കൂടെ നിന്ന് ഞാനെന്ന് മോടി പിടിപ്പിച്ച ആ വീടിന് അധികപ്പറ്റായി തീർന്നു. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. ഇപ്പോൾ
ആ വീടിന് ചേരുന്നവർ അവർ തന്നെയാണ്. ഒരു ഫോട്ടോയിൽ പോലും അബദ്ധവശാൽ പോലും വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ. പകൽ മുഴുവൻ വരുന്നവരെ സൽക്കരിച്ച് അടുക്കളപ്പുറത്ത് സ്ഥാനം കണ്ടെത്തി. രാത്രിയിൽ പകലത്തേക്കാൾ വലിയ ഭംഗിയിൽ ചേച്ചിമാരും കുട്ടികളും പാർട്ടി ആഘോഷിക്കുമ്പോഴും എൻ്റെ സ്ഥാനം അടുക്കളപ്പുറത്തായിരുന്നു. ബാക്കി വന്ന പാത്രങ്ങൾ കഴുകി ഒതുക്കുന്ന തിരക്ക്. സഹായത്തിന് അടുത്തുള്ള വീട്ടിലെ ചേച്ചിയും കൂടിയത് കൊണ്ട് ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോഴേക്കും എല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഉറക്കം നഷ്ടപ്പെടുത്തി പണിയെടുത്ത് എനിക്കില്ലാത്ത ക്ഷീണമാണ് ചേച്ചിമാർക്ക്. കുറച്ച് ദോശയും കൂടി ചുട്ടെടുത്ത് വെക്കുമ്പോഴേക്കും അമ്മ വന്നു കഴിഞ്ഞിരുന്നു. രാധികയും പിള്ളേരും എഴുന്നേറ്റിട്ടുണ്ട്. നീ ഇച്ചിരി ചായക്ക് കൂടി വെള്ളം വെക്കി, ഞാൻ ഈ ദോശ കൊണ്ട് കൊടുത്തിട്ട് വരാം. അമ്മ പോയ പുറകെ ഞാൻ കാസ്ട്രോളിലേക്ക് നോക്കി. രാജീവേട്ടനും പിള്ളേർക്കുമുള്ളത് എണ്ണി വെച്ചിട്ടുണ്ട്. സാരമില്ല, ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അത് വെള്ളം ഒഴിച്ച് കഴിച്ചാലും വയറു നിറയും. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടുള്ള ദിവസങ്ങളായിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ രാധിക ചേച്ചിക്ക് അലർജിയാണെന്നുള്ള കാരണം പറഞ്ഞ് പ്രാതലിനുള്ളത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അമ്മ ഒരു ശീലമാക്കി. എന്നും പ്രിയ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാ? ഞങ്ങൾ ബ്രെഡ് കഴിച്ചോളാം അമ്മേ എന്നൊരു ദിവസം ചേച്ചി പറഞ്ഞതും അമ്മയുടെ മാതൃഹൃദയം നൊന്തു. അയ്യോ, ബ്രെഡോ? അതൊന്നും വേണ്ട. ഇവൾക്കല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ പണിയുള്ളത്? രാജീവും പിള്ളേരും പോയി കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ കിടപ്പല്ലേ? അമ്മയുടെ വാക്കുകൾക്കൊപ്പം എൻ്റെ കണ്ണുകൾ മുറ്റത്തെ അലക്കാനുള്ള തുണികളിലേക്ക് നീണ്ടു. ചേച്ചിയുടെ പിള്ളേരുടെ കൂടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് സമ്മാനം പോലെ. അപ്പോൾ ചേച്ചി രാവും പകലും ചുമ്മാ കിടക്കുവല്ലേ അമ്മേ? കേട്ടു നിന്നതിന് മറുപടി വന്നതും അമ്മ എൻ്റെ നേരെ തിരിഞ്ഞു. അല്ലേ, നിന്നെപ്പോലെയാണോ ഇവള്? 2 പിള്ളേരെ കീറിയെടുത്തതല്ലേ? നടുവേദന ഉള്ളത് കൊണ്ടാ രഘുവിൻ്റെ വീട്ടിൽ വീട് വെക്കാതെ ഇവിടെ വെക്കാൻ പറഞ്ഞത്. ഇവിടെയാകുമ്പോൾ നമ്മുടെ കണ്ണെത്തുമല്ലോ. ആ ബെസ്റ്റ്. ആരോട് പറയാൻ? മെയ്യനങ്ങാതെ ഉണ്ണാനിരിക്കുന്ന ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. മോളേന്ന് പറഞ്ഞാൽ താഴെ വരെ എത്തും അമ്മയുടെ നാക്ക്. അമ്മയോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളാലെ പറഞ്ഞുകൊണ്ട് തുണി നനയ്ക്കാൻ പുറത്തേക്കിറങ്ങുമ്പോഴാണ് രാജീവേട്ടൻ്റെ ഫോൺ കോൾ വന്നത്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, പിള്ളേരെയും കൊണ്ട് പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങാൻ. നീ പോയാൽ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ? എനിക്ക് സമയത്തിന് ആഹാരം കഴിക്കണ്ടേ? ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നതല്ലേ? ധൃതിയിൽ ബാഗ് എടുക്കുമ്പോഴാണ് അമ്മ അടുത്തേക്ക് വന്നത്. അതിനിവിടെ ചേച്ചി ഉണ്ടല്ലോ അമ്മേ. ഇത്രയും നാൾ ഞാനൊന്ന് വീട്ടിലോട്ട് പോലും പോകാതെ ഇരുന്നത് അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാ. ഇനിയിപ്പോൾ സ്വന്തം മോൾ ഉണ്ടല്ലോ അടുത്ത്. അതുകൊണ്ട് വല്ലപ്പോഴും എനിക്കെൻ്റെ അമ്മയുടെ കാര്യം കൂടി നോക്കണം. പിള്ളേരെയും കൊണ്ട് കിട്ടിയ ഓട്ടോയിൽ രാജീവേട്ടൻ്റെ ഓഫീസിന് മുൻപിലെത്തുമ്പോൾ ചിരിയോടെ കാത്തു നിൽക്കുന്ന രാജീവേട്ടൻ എൻ്റെ ഡ്രസ്സ് എടുത്തു. കയ്യിലേക്ക് 4 ട്രെയിൻ ടിക്കറ്റ് തരുമ്പോൾ പിള്ളേര് കണ്ണു വിഴിച്ചു. നമ്മളെല്ലാവരും കൂടി ബാംഗ്ലൂർക്ക് പോകുന്നു. 4 ദിവസം കഴിഞ്ഞേ വരൂ. പതിയെ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് കണ്ണിലേക്ക് നോക്കി. രാവിലെ തന്നെ കള്ളം പറഞ്ഞിറങ്ങുന്നതിനൊരു സുഖമുണ്ട് അല്ലേ? ഇത് രഘുവേട്ടൻ്റെ ഐഡിയ ആണ്. പിന്നെ നിന്റെ അമ്മയുടെ സപ്പോർട്ടും. രാജീവേട്ടൻ പറഞ്ഞതും ആ മുഖത്ത് നോക്കി ഞാൻ. നിന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ട് നിൽക്കുന്ന വെറും പൊട്ടനല്ല പ്രിയേ ഞാൻ. പക്ഷേ അവരോട് മുഖത്തടിച്ച പോലെ പറയാനും പറ്റില്ല. നിനക്കറിയാമല്ലോ അമ്മയുടെ സ്വഭാവം. സ്വന്തം അമ്മയായതുകൊണ്ട് തല്ലാനും പറ്റില്ല. വരുന്ന 2 ദിവസം അമ്മയും മോളും പരസ്പരം മത്സരിക്കും, ആര് പണിയെടുക്കുമെന്ന് പറഞ്ഞ്. അവസാനം ഗതിയില്ലാതെ ചേച്ചി ഹോട്ടൽ ഫുഡ് വരുത്തും. അത് കഴിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. അതിൻ്റെ പേരിലും അടി നടക്കും. അതോടെ തൽക്കാലം 2 പേരും 2 വഴിക്കാകും. എന്നിട്ട് നമുക്ക് തിരികെ ചെന്നാൽ മതി. അപ്പോഴേക്കും ചെറുതല്ലാത്തൊരു പാഠം അമ്മ പഠിക്കും എന്ന് കരുതി പഴയ പോലെ ആവില്ല എന്നല്ല, ആവും. പക്ഷെ ചേച്ചി ആവില്ല. അത് രഘുവേട്ടന് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളും. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ തിരിച്ചു രഘുവേട്ടൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും ചേച്ചിയെ. കാർ സ്റ്റാർട്ട് ചെയ്ത് രാജീവേട്ടൻ പറയുമ്പോൾ വീണ്ടും ആ മുഖത്തേക്ക് നോക്കി. പേടിക്കണ്ട, രഘുവേട്ടനെ വിശ്വസിക്കാം. ചേച്ചി താമസിക്കാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അപായ സൂചന വന്നതാ. ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കിയതാ ഞങ്ങൾ. പരിധി വിട്ടാൽ പണി കൊടുക്കാൻ തന്നെ ആയിരുന്നു 2 പേരും. പിന്നെ തിരിച്ചു വരുമ്പോൾ നീ കുറച്ചുകൂടി ബോൾഡാവണം. ചേച്ചിയുടെയും പിള്ളേരുടെയും തുണി അലക്കാൻ അവരെ വേലക്കാരിയെ വെക്കട്ടെ. നമുക്കിനി നമ്മുടെ കാര്യം. ചിരിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പായുമ്പോൾ കയ്യിലിരുന്ന ഫോൺ എടുത്ത് അങ്ങേരുടെ തലമണ്ടയ്ക്കൊരെണ്ണം കൊടുക്കാനാണ് ആദ്യം തോന്നിയത്. ഇത്രയും നാൾ വായിൽ തുണി കിട്ടിയിരുന്നതിന്. പിന്നെ ഒന്നോർത്തപ്പോൾ രാജീവേട്ടൻ്റെ ഭാഗമാണ് ശരിയെന്ന് തോന്നി. അടുത്തു കിടക്കുന്ന കൂടപ്പിറപ്പിനോട് വെറുപ്പ് കാണിക്കുന്നതിലും നല്ലത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് തന്നെയാണെന്ന്. അവർ തിരിച്ചു വരുമ്പോഴേക്ക് രണ്ടും 2 വഴിക്ക് അടിച്ചു പിരിയാൻ പ്രാർത്ഥിക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.